ഞങ്ങൾ കിഴക്കേക്കാല CVKM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് ആണ്. ഇത് ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ ജയപ്രസാദ് സാർ, ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ലക്ഷ്മി ടീച്ചർ. ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് കൊക്കേഡാമ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ്. കൊക്കേഡാമ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് കലാരൂപമാണ്. കൊക്കെ എന്നാൽ പായൽ എന്നും ഡാമ എന്നാൽ പന്തുമെന്നുമാണ് അർത്ഥമാക്കുന്നത്. അതായത് കൊക്കേഡാമ എന്നാൽ പായൽ പന്ത് എന്നാണ്. ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ മണ്ണ്, പായൽ, ചകിരിച്ചോർ, ചാണകപ്പൊടി, പച്ച നിറത്തിലുള്ള കോട്ടൺ നൂൽ, ഇൻഡോർ പ്ലാന്റ്സ് എന്നിവയാണ്. അവ നമുക്ക് ശേഖരിക്കാം. അപ്പോൾ ചകിരിച്ചോറ്, മണ്ണ്, പായൽ, ചാണകപ്പൊടി എന്നിവ റെഡിയായി. ശരി, നമുക്ക് ആദ്യമായി ചകിരിച്ചോറ് മണ്ണുമായി മിക്സ് ചെയ്യാം. മനസ്സു നന്നാകട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു പന്തിന്റെ രൂപത്തിൽ ഉരുട്ടിയെടുക്കാം. അതിലൊരു ചെറിയ ഹോളിട്ട് ചെടി അതിലേക്ക് ഇറക്കി വെക്കണം. വീണ്ടും അതിനെ ഒന്നുകൂടി ഷേപ്പാക്കിയെടുക്കാം. ഏതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ. സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണ. ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും ചേർത്ത് പന്ത് രൂപത്തിലാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ പായൽ കൊണ്ട് പൊതിയാം. സമസ്തമരുളുകയല്ലോ മനസ്സു നന്നാകട്ടെ. സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിനങ്ങിടട്ടെ. മനസ്സു നന്നാകട്ടെ. മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. ഇപ്പോൾ നമ്മുടെ കൊക്കേഡാമ റെഡിയായി. 101 കൊക്കേഡാമകളാണ് ഇന്ന് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. മനസ്സു നന്നാകട്ടെ. മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ. മനസ്സു നന്നാകട്ടെ. മനസ്സു നന്നാകട്ടെ.